ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 6 അംഗ സംഘം അറസ്റ്റിൽ. എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി ഗുരുതരാവസ്ഥയിൽ. 2016-17 സാമ്പത്തിക വർഷത്തിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന് 102 ലക്ഷം രൂപ ലാഭം. ഇടവിള കൃഷികളിൽ നിന്നും മികച്ച വരുമാനവും നേടാൻ സാധിച്ചു. കക്കോട് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. 30 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. വാർത്തകൾ വിശദമായി. പുനലൂരിൽ സ്വകാര്യ ഹോട്ടലിൽ നിന്നും കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 6 അംഗ സംഘത്തെ എക്സൈസ് സംഘം പിടികൂടി. ഇതിനിടെ എക്സൈസ് സംഘത്തെ കണ്ട് ഹോട്ടലിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പുനലൂർ നഗരമധ്യത്തിലെ ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. എക്സൈസ് സംഘത്തെ കണ്ട് കഞ്ചാവ് വിൽപ്പനയിലെ പ്രധാനിയായ കാര്യ സ്വദേശിയായ ആദർശ് ഹോട്ടലിന്റെ 3ാം നിലയിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചാട്ടത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ ഇടുപ്പെല്ലിനും കാലിനും ഒടിവുണ്ട്. കാര്യ സ്വദേശി അർഫാൻ, പുനലൂർ സ്വദേശി ശ്രീരാജ് എന്നിവരുൾപ്പെട്ട 6 അംഗ സംഘത്തെ കഞ്ചാവ് വാങ്ങുന്നതിനിടെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരിൽ നിന്നും 20 പൊതി കഞ്ചാവും 8 മയക്കുഗുളികളും കണ്ടെടുത്തു. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കണ്ണ് ചുമക്കാതിരിക്കാനുള്ള ഐ ഡ്രോപ്സും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് വൃന്ദാവനം ഹോട്ടൽ കേന്ദ്രീകരിച്ച് റൂമെടുത്ത ശേഷം കഞ്ചാവും മറ്റ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതായിട്ടുള്ള പരാതി വന്നതിന് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് 8 നൈട്രാസപ്പാം ടാബ്ലറ്റ് ഗുളികകളും 20 പൊതി കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 വണ്ടി ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് ജി, പ്രിവന്റീവ് ഓഫീസർ ജയചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിനു, അഫ്സൽ, ഷാജി, ശിവപ്രകാശ്, യോനാസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതികളെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മദ്യവിൽപ്പനശാലകൾ വ്യാപകമായി പൂട്ടിയതോടെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം കഞ്ചാവും മയക്കുമരുന്ന് ഗുളികകളുമായി 6 അംഗ സംഘത്തെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. മദ്യവിൽപ്പനശാലകൾ വ്യാപകമായി പൂട്ടിയതോടെയാണ് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചത്. യൗവനക്കാരും വിദ്യാർത്ഥികളുമാണ് കൂടുതലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുനലൂരിലെ പ്രമുഖ ഹോട്ടലിൽ നിന്നും കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ 6 അംഗ സംഘത്തെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഞ്ചാവിന് പുറമെ ലഹരി ഗുളികകളും ഇവരിൽ നിന്നും കണ്ടെടുത്തു. അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമകളായവർക്കാണ് ഇത്തരത്തിലുള്ള ഗുളികകൾ കൊടുക്കുന്നത്. ഈ ഗുളികകളാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നതും. പത്തനാപുരം താലൂക്കിൽ പട്ടാഴിയിലും പുനലൂർ താലൂക്കിൽ നെട്ടയത്തും മാത്രമാണ് ഇപ്പോൾ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നത്. മദ്യവിൽപ്പനശാലകൾ ഇല്ലാത്തതാണ് വ്യാപകമായ രീതിയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശക്തമായ കാറ്റിലും മഴയിലും പുനലൂരിൽ വ്യാപക നാശനഷ്ടം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും വൈകിട്ട് 7 മണിയോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. പുനലൂർ നഗരത്തിന്റെ ഹൃദയഭാഗമായ ആശുപത്രി ജംഗ്ഷന് സമീപത്ത് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു. കല്ലലിൽ ഫിനാൻസിന് എതിർവശം നിന്ന പോസ്റ്റാണ് ദേശീയപാതയിലേക്ക് മറിഞ്ഞത്. മഴ മൂലം റോഡിൽ വാഹനങ്ങളും കാൽനട യാത്രക്കാരും കുറഞ്ഞിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ശക്തമായ കാറ്റിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളെ ഉൾപ്പെടെ ബോർഡുകൾ തകർന്നു. അപകടത്തിൽ ദേശീയപാതയിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. നാട്ടുകാരും KSEB ജീവനക്കാരും ഫയർഫോഴ്സും ചേർന്ന് വൈദ്യുത പോസ്റ്റ് നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുനലൂർ മൂർത്തിക്കാവിന് മുന്നിലെ പടുകൂറ്റൻ പുളിമരവും മഴയിൽ കടപുഴകി.
വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിലെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഭയങ്കരമായ കൊടുങ്കാറ്റായിരുന്നു. ആ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റുള്ള കാറ്റായിരുന്നു. ഭയങ്കരമായ കാറ്റായിരുന്നു അടിച്ചോണ്ടിരുന്നത്. അതില് വണ്ടികളോ ഒന്നും വന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ആ പോസ്റ്റ് മറിയായിരുന്നു. അടിച്ച് മേളിൽ നിന്ന് റൂഫ് മൊത്തം മറിഞ്ഞ് അപ്പുറത്തെ കടയിലോട്ട് പോയി വീഴുന്നു. പോസ്റ്റില്ല പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ലാത്ത പോസ്റ്റായിരുന്നു. കാറ്റടിച്ച് റൂഫ് വീണോ? കാറ്റെന്ന് പറഞ്ഞാൽ കറങ്ങിയുള്ള കാറ്റായിരുന്നു. കൊടുങ്കാറ്റ് പോലുള്ള കാറ്റായിരുന്നു. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ താലൂക്ക് സമാജം ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമാജ സംരക്ഷണ കൂട്ടായ്മ രംഗത്ത്. പുനലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം ഉന്നയിച്ചത്. താലൂക്ക് സമാജത്തിൽ നിന്ന് തങ്ങൾക്ക് താൽപര്യമില്ലാത്ത അംഗങ്ങളെ ഒഴിവാക്കി അനധികൃതമായി അംഗങ്ങളെ ചേർത്തതായി കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നാളിതുവരെ ഇല്ലാത്ത ഹീന ശ്രമങ്ങളാണ് നിലവിലുള്ള താലൂക്ക് സമാജം ഭരണസമിതി നടത്തുന്നത്. സമാജം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സമാജ സംരക്ഷണ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 3-ാം തീയതി നിലവിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോ അവരാദ്യം പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി 1694 വോട്ടർമാർക്ക് പുറമെ 521 വരുന്ന വ്യാജ വോട്ടർമാരെയും തിരികു കയറ്റിക്കൊണ്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിൽ നിന്ന് തന്നെ സമാജം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി വളരെ രഹസ്യമായി ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ച് ചേർത്ത വോട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ജനാധിപത്യ സംവിധാനത്തെ തകർത്തുകൊണ്ട് സമാജത്തിൽ നടക്കുന്ന അഴിമതികളും സാമ്പത്തിക തിരിമറികളും മറ്റൊരു ഭരണസമിതി വന്ന് അറിയാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭരണം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ ഹീനവും നിന്ദ്യവുമായ നിലപാടാണ്. അതുകൊണ്ട് നിലവിലെ ഭരണസമിതി ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. നോട്ടീസുകളിലൂടെ, യോഗങ്ങളിലൂടെ, സമ്മേളനങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ UDFന്റെ ഭരണകാലഘട്ടത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് കള്ളക്കേസുകൾ വരെ കൊടുത്ത് ആ ഭരണസമിതിക്കെതിരെ നിങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു. ഇപ്പോ ഈ സമാജത്തില് വോട്ട് ഒഴിവാക്കപ്പെട്ട 2105 അംഗങ്ങൾ, വ്യാജമായി ചേർത്ത 521 വോട്ടുകൾ, സമാജത്തിന് ലഭിച്ച 7.5 കോടി രൂപ അത് ഏത് ബാങ്കിലാണ് നിങ്ങൾ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കും സമാജം അംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ വളരെ വേഗം തന്നെ ഇക്കാര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പാനലിനെ ജയിപ്പിക്കുവാൻ കാണിച്ച ശുഷ്കാന്തിയോട് തന്നെ ഇത് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാകണമെന്നും കൂട്ടായ്മയുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഒമേഗ രാജൻ, ശ്യാമള ടീച്ചർ, സദാശിവനാചാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ്ഡ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ്ഡ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്വർണ്ണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി.
ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475 2335515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എലഗൻ റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, നോൺ AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475 222 9077. എലഗൻ റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗൻ റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. കമുകുംശ്ശേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ ആയില്യം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ കെട്ടുകാഴ്ച നടന്നു.
സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ 2016-2017 വർഷത്തിൽ 102 ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയതായി ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ KK അഷ്റഫ് അറിയിച്ചു. ഇടവിള കൃഷികളിൽ നിന്നും ലാഭമുണ്ടാക്കിയതായും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016-17 വർഷത്തിൽ കോർപ്പറേഷന് 102 ലക്ഷം രൂപ ലാഭമുണ്ടാക്കാൻ സാധിച്ചു. കൂടാതെ മറ്റു വിളകളിൽ നിന്നും ഗണ്യമായി വരുമാനം നേടിയതും കോർപ്പറേഷന് നേട്ടമായി. അതുപോലെ വെർമി കമ്പോസ്റ്റ്, വെർമി വാഷ് എന്നിവയുടെ ഉൽപാദനത്തിലും വിപണനത്തിലും കാര്യമായ പുരോഗതി കൈവരിക്കാനും കഴിഞ്ഞു. ഇടവിള കൃഷിയായി വിവിധ ഇനം വാഴകൾ കൃഷി ചെയ്തത് വഴിയും ഏകദേശം 2 ലക്ഷത്തോളം രൂപ അധിക വരുമാനം കണ്ടെത്താൻ സാധിച്ചു. കമ്പനി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടപ്പിലാക്കിയ തേൻ കൃഷിയുടെ ഉൽപാദനം ആരംഭിച്ചു. പ്രസ്തുത തേൻ ഫാം ഹണി എന്ന പേരിൽ വിപണിയിൽ ഇറക്കുന്ന ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി സുനിൽകുമാർ നിർവഹിച്ചു. നമുക്കതിന് ന്യായമായ വിലയ്ക്ക് നന്നായി അത് വിതരണം ചെയ്യാൻ നമുക്ക് കഴിയും മാർക്കറ്റിൽ. അതുകൊണ്ട് അതിന്റെ വിപണി കണ്ടെത്തിക്കൊണ്ട് നമ്മളത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. അതിന്റെ ഇന്നലെ മന്ത്രി അതിന്റെ ലോഞ്ചിങ് നടത്തി. RKVY സ്കീമിൽ ഉൾപ്പെടുത്തി ഏകദേശം ഈ തേൻ അതിന്റെ ലാബ് പ്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണവും അതിന്റെ പാക്കിങ്ങും കാര്യങ്ങൾക്കുമെല്ലാമായി ലാബ് അടക്കമുള്ള ഒരു സംവിധാനം ഒരുക്കാൻ RKVYയിൽ ഉൾപ്പെടുത്തി ഒരു 15 ലക്ഷം രൂപ നമുക്ക് ഇപ്പോൾ ഗവൺമെന്റ് നിന്നും ലഭ്യമാക്കാൻ മന്ത്രി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അതും നമ്മളിപ്പോൾ സ്ഥാപിക്കാൻ പോവുക. അപ്പോൾ തേൻ്റെ ഉൽപ്പാദനവും വെർമി കമ്പോസ്റ്റും വെർമി വാഷിൻ്റെയും ഉൽപ്പാദനം കുറച്ചും കൂടി വർദ്ധിപ്പിച്ച് നമുക്ക് ഒരു വരുമാനം കണ്ടെത്താനുള്ള മാർഗത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞു. SFCK ചെയർമാൻ KK അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി, കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ L ഷിബുകുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ പുനലൂർ റോഡിൽ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഗതാഗത തടസ്സവും രൂക്ഷമാകുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനായി റോഡിലെ കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ചത്. പൈപ്പ് ലൈൻ സ്ഥാപിച്ച ശേഷം കുഴി പൂർണ്ണമായും മൂടാതെ പൈപ്പിന് മുകളിൽ അല്പം മണ്ണ് മാത്രം ഇട്ടിട്ട് തടി തപ്പുകയായിരുന്നു ജോലിക്കാർ. അഞ്ചൽ പുനലൂർ റോഡിലെ RO ജംഗ്ഷന് സമീപമാണ് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോവുകയും സ്ഥിരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഇവിടെ റോഡിൽ കുഴി കൂടിയായതോടെ ഗതാഗത തടസ്സം വർദ്ധിക്കുകയും അപകട ഭീഷണി ഉയരുകയും ചെയ്തിരിക്കുകയാണ്. വെട്ടിപ്പൊളിച്ച ഭാഗം വീണ്ടും കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ മറ്റു ഭാഗം കൂടി തകരുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ പ്രോഗ്രാം ഫണ്ടിൽ വലിയ വർധനവ് ഇന്ത്യയിലെ മുഴുവൻ പെൻഷൻകാർക്ക് കിട്ടി. 1500 രൂപ കിട്ടിയിരുന്ന ഒരു പെൻഷൻകാരൻ ഇന്നലെ കണക്ക് കൂട്ടിയിട്ട് എന്നോട് പറയാ അയാൾക്ക് ഇനി 5000 രൂപ എന്ന് പറയും. പാർലമെന്റിൽ, ഇന്ത്യൻ പാർലമെന്റിൽ ഈ പ്രോവിഡന്റ് ഫണ്ട് വർധനവിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചതും ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായി പ്രസംഗിച്ചതും നമ്മുടെ കൊല്ലത്തിന്റെ എംപിയാണ് പ്രേമചന്ദ്രൻ. ശ്രീ പ്രേമചന്ദ്രനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് രാധാമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ N സുരേഷ് കുമാർ ബാബു, ജനറൽ സെക്രട്ടറി അന്ന എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടികളുടെ എണ്ണം കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി എല്ലാ മാസവും 7-ാം തീയതിക്ക് മുമ്പ് നൽകുക, മുഴുവൻ താൽക്കാലിക ജീവനക്കാർക്കും സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ നിയമനം നൽകിയതിനു ശേഷം മാത്രം പുതിയ നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കക്കോട് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് VP ഉണ്ണികൃഷ്ണൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കല്ലടയാറ്റിലെ കക്കോട് തൃപ്പിലഴിക്കൻ കടവിലാണ് കുട്ടികൾക്ക് നീന്തലിൽ പരിശീലനം നൽകിയത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കക്കോട് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് VP ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. നീന്തൽ പരിശീലനം കഴിഞ്ഞ 10 വർഷമായി കക്കോട് പബ്ലിക് ലൈബ്രറി നടത്തിവരിക. യഥാർത്ഥത്തിൽ കക്കോട് ഐക്കരക്കോണം മൈലക്കൽ പ്രദേശത്തെ ഒരു കുട്ടിയുടെ ജീവൻ പോലും ജലത്തിൽ പൊലിയരുത് എന്ന ആഗ്രഹത്തോടെയാണ് ഇത്തരത്തിൽ നീന്തൽ പരിശീലനം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി വളരെ വിജയകരമായി ആണ് ഈ പരിശീലനം നടത്തുന്നത്.
ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ എത്തി ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രഗത്ഭരായ പരിശീലകർ, യഥാർത്ഥത്തിൽ നീന്തൽ നന്നായി അറിയാവുന്ന, നീന്തൽ നന്നായി വശമുള്ള ആളുകളാണ് ഇതിന്റെ പരിശീലനം നൽകുന്നത്. കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് 50 കുട്ടികൾക്ക് ഏതാണ്ട് 20ഓളം ആളുകൾ, നീന്തൽ പരിശീലനം സിദ്ധിച്ച 20ഓളം ആളുകൾ ആണ് ഇവർക്ക് ഈ പരിശീലനം നൽകുന്നത്. 15 ദിവസത്തെ പരിശീലനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 15 ദിവസം കൊണ്ട് നീന്തൽ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സുബിനെസ് സ്വാഗതം ആശംസിച്ചു. വനിതാവേദി സെക്രട്ടറി രമ്യ സന്തോഷ്, എസ് ഹരിദാസ്, ഡി പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. 30-ൽ പരം കുട്ടികൾക്കാണ് നീന്തലിൽ പരിശീലനം നൽകുന്നത്. ജോസ് ജോസഫ്, ശരത്ചന്ദ്രൻ, സന്തോഷ് കുമാർ, സജികുമാർ എന്നിവരാണ് പരിശീലനം നൽകുന്നത്. വനിതാ പരിശീലകരായ സിന്ധുവും ജമ്മിയും കൂടി പരിശീലനം നൽകാൻ എത്തിയതോടെ പരിശീലനം ജനകീയ മേളയായി മാറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഉത്രം തിരുനാൾ മഹോത്സവത്തിനൊരുങ്ങി നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ. വിളക്കുടി ശ്രീകണ്ഠശാസ്താ ക്ഷേത്രത്തിലും ആരംഭന്ന ആയിരവല്ലി ക്ഷേത്രത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. മീനമാസത്തിലെ ഉത്രം നാളാണ് പൈങ്കുനി ഉത്രമായി ആഘോഷിക്കുന്നത്. ഉത്രം തിരുനാൾ വിവിധ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വിശേഷ ഉത്സവ ദിനം തന്നെയാണ്. വിളക്കുടി ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രം, ആരംഭുന്ന ആയിരവല്ലി അയ്യപ്പ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കിഴക്കൻ മേഖലയിലെ പ്രധാന ഉത്രം തിരുനാൾ ആഘോഷ ക്ഷേത്രങ്ങൾ. വിവിധ ആഘോഷ പരിപാടികളാണ് ഇത്തവണയും ഉത്സവത്തിന്റെ ഭാഗമായി ഈ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സപ്താഹയജ്ഞത്തിന് ശേഷമാണ് വിളക്കുടി ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷമെങ്കിൽ ആരംഭുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഏപ്രിൽ 14 മുതലാണ് സപ്താഹം ആരംഭിക്കുക. വിളക്കുടി ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിൽ ഉത്രം തിരുനാളിൽ വൈകിട്ട് 3:30 തന്നെ ഉത്സവഘോഷയാത്ര ആരംഭിക്കും. വൈകിട്ട് ഓട്ടൻതുള്ളൽ, നൃത്തനാടകം എന്നിവയും നടക്കും. തിങ്കളാഴ്ച ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയും ഉണ്ടാകും. ആരംഭുന്ന ആയിരവല്ലി ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്ര 3 മണിക്കാകും ആരംഭിക്കുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, താലപ്പൊലി, മുത്തുക്കുട, വാദ്യമേളങ്ങൾ, ചലന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. തിരുനാൾ ദിനത്തിൽ അയ്യപ്പന് പൂർണ്ണ പുഷ്പാഭിഷേകവും നടക്കും. രാത്രിയിൽ സംഗീത സദസ്സും നൃത്തനാടകവും അരങ്ങേറും. ലൈവ് വാർത്ത, പുനലൂർ. തലൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ഏപ്രിൽ 16 ഈസ്റ്റർ വരെയാണ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് പരസ്പരം ഒരുമിച്ച് സ്നേഹ ഐക്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ അനുഭവത്തിൽ ആണ് രണ്ടിടത്തെയും കാര്യങ്ങൾ നടത്തുന്നത്. ഈ വർഷത്തെ പീഡാനുഭവ വാരത്തോടനുബന്ധിച്ച് കൊല്ലം ഭദ്രാസനാധിപൻ സക്കറിയാമാർ അന്തോണിയോസ് തിരുവനസുകൊണ്ട് കാൽകഴുകൽ ശുശ്രൂഷ ഏപ്രിൽ മാസം 13-ാം തീയതി വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ചയുടെ അന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30
ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസ് അലക്സ് മാത്യൂസ് അച്ഛൻ ഞായറാഴ്ച ധ്യാനം നടത്തുന്നു. അതുപോലെ തിങ്കളാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട വി തോമസ് അച്ഛൻ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നു. ചൊവ്വാഴ്ച അലക്സാണ്ടർ ജേക്കബ് IPS മുൻ DGP ധ്യാനത്തിന് നേതൃത്വം നൽകുന്നു. കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലിത്ത സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പീഡാനുഭവ വാരത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ ഏപ്രിൽ 13 പെസഹ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. ഫാദർ പ്രിൻസ് അലക്സ് മാത്യൂസ്, ഫാദർ വി തോമസ് പട്ടാഴി, മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് തുടങ്ങിയവർ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന ധ്യാനത്തിന് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. പുനലൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 6 അംഗ സംഘം അറസ്റ്റിൽ. എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി ഗുരുതരാവസ്ഥയിൽ. 2016-17 സാമ്പത്തിക വർഷത്തിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന് 102 ലക്ഷം രൂപ ലാഭം. ഇടവിള കൃഷികളിൽ നിന്നും മികച്ച വരുമാനവും നേടാൻ സാധിച്ചു. കക്കോട് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. 30 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.